അസ്സലാമലൈക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇതൊന്നും കേക്ക് അല്ലല്ലോ. എന്നും ഞാൻ കേക്കുമായിട്ടുള്ള വരും. അപ്പോൾ ഇന്ന് കേക്ക് അല്ല കേട്ടോ. കുറേ പേർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും വേറെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പം ഇതും ഒരു ബേക്ക് ചെയ്തെടുക്കുന്ന സംഭവമാണ്. എങ്കിൽ കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എന്താണെന്ന് അറിയണ്ടേ? പണ്ട് കാലത്തൊക്കെ നമ്മളെ ഈ ഒരു ബേക്കറികളിൽ അല്ലെങ്കിൽ ഒരു ചായക്കടയിലൊക്കെ അലമാറേൻ്റെ ചില്ലുകൂട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ പീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഐറ്റം. നമ്മൾ തേങ്ങാ ബണ്ണ് അല്ലെങ്കിൽ ദിൽകുഷ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു ഐറ്റം നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നുള്ളത് നോക്കാം. വീട്ടിൽ നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് അതിൻ്റെ മാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാട് ചൂട് വേണ്ട, ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഈസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. എൻ്റെത് നല്ല ചെറിയ തരിയുള്ളതാണ് കേട്ടോ. ആ വലിയ തരിയുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ആക്റ്റീവ് ആവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിയണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വെക്കണം. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ കുറച്ച് ക്ഷമ വേണം കേട്ടോ. ക്ഷമ മതി. പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഞാനിവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും മൈദ ഒന്ന് അരിച്ചെടുക്കണം. അതിലെന്തെങ്കിലും അഴുക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും. അതുപോലെ പഴയ മൈദ എടുക്കാനായിട്ട് ശ്രമിക്കരുത്. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെ എടുക്കുക ഇങ്ങനത്തെ ബേക്കിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പാൽപ്പൊടി ഇട്ടോ. അപ്പോൾ പാൽപ്പൊടി നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾക്കിതിലേക്ക് ഒരു കോഴിമുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കണില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലൊരു 1 ടീസ്പൂണോളം ഞാൻ ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റ് എഗ് വാഷ് ചെയ്യുമ്പോൾ എടുക്കാനാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിനായിട്ട് വേറെ കോഴിമുട്ട പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എന്നെങ്ങാനും മാറ്റിയാൽ മതി. ഒരു ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ഈസ്റ്റ് ഇട്ടിട്ടുള്ള പാലുണ്ടല്ലോ, അതും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള പരുവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തോന്നും. അത് കരുതിയിട്ട് നിങ്ങൾ അധികം പിന്നെ മൈദ ചേർക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സ് തീരണ വരെ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്കിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ കുറച്ചൊരു വലിയ പാത്രത്തിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഷീറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണ വരെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പാത്രത്തിൽ തന്നെ ഒന്ന് അടച്ചു വെക്കണം. അങ്ങനെ അടച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ക്ലോത്ത് ഇടണം. അതുപോലെ തന്നെ നമ്മൾ പാത്രത്തിൽ തിരിച്ചെടുക്കുന്ന ടൈമിൽ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം അതിൽ വെച്ചിട്ട് ഒരു നനഞ്ഞ ക്ലോത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പം ഞാനിത് അടച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ള ഓവൺ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റൈസിനായി കിട്ടും. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇത് ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 5-6 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നേരെ മറിച്ച് പച്ച തേങ്ങയിൽ ചെയ്യണവരും ഉണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അതുപോലെ പെട്ടെന്ന് തന്നെ ചീത്ത ആവാതിരിക്കും നമ്മൾ ഈ ഒരു ഐറ്റം അങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്ന ടൈമിൽ. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മാവ് പൊങ്ങാൻ വെച്ചിട്ടുണ്ടല്ലേ, അത് എടുക്കാനുള്ളൊരു ടൈം ആകുമ്പോൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതിൽ തന്നെ ഉണ്ടാക്കി വെക്കണ്ട. ഇനി നമ്മൾ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള തേങ്ങ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാറിയിട്ടൊന്നുമില്ല, ആ ചൂടൊക്കെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, നമ്മളെ ഫില്ലിങ്സിലും മധുരം വേണമല്ലോ, നമ്മളെ ബണ്ണിൽ നമ്മൾ മധുരം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത് ഒരു 1/4 കപ്പ് പഞ്ചസാര, ഒരു 4-5 ഏലക്കായ കൂടി പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ഏലക്കായുടെ ഫ്ലേവറും കൂടി നമുക്ക് അതിലേക്ക് കിട്ടും. അപ്പോൾ അത് പൊടിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ, അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണ് ഉണക്ക മുന്തിരിയും, അതുപോലെ തന്നെ 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, പലതരത്തിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ബദാമാണ് കേട്ടോ ഞാൻ പൊടിച്ചത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതൊന്നുമല്ല നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ, ബദാമിന് പകരം നിങ്ങളുടെ കയ്യിൽ വേറെ നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ഐറ്റം വെച്ചിട്ട്, ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മാവ് നോക്കുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ചൂടൊക്കെ ആണല്ലോ, പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. ഇനി നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം, ഒത്തിരി ഒട്ടുന്നുണ്ടെങ്കിൽ മാത്രം, കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു മൈദയും കൂടി തൂവിയിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഴക്കുന്ന ടൈമിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ സ്പീഡിൽ ചെയ്യണ്ട, അത് ഞാൻ സ്പീഡ് കൂട്ടി വീഡിയോ എടുത്തതാണ്. പതുക്കെ ചെയ്താൽ മതി, സോഫ്റ്റ് ആക്കിയിട്ട് മാവിനെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാനിവിടെ 2 ബൗളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മറ്റേതിനേക്കാൾ കുറച്ചും കൂടെ ഒരു വലുപ്പത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 ബൗളും കൂടി ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറയില്ല, നേരത്തെ പറഞ്ഞ പോലെ അധികം പ്രസ് ചെയ്യാണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒന്ന് ഏകദേശം വലുതും പിന്നെ ഒന്ന് ചെറുതുമായിട്ടാണ് കേട്ടോ പരത്തേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിൻ്റെ മുന്നേ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് നോർമൽ നമ്മൾ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് കേട്ടോ. നിങ്ങളെ കയ്യിൽ ബേക്കിംഗ് ടിന്നിൽ വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ബേക്കിംഗ് ടിന്നിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നോർമൽ നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുമല്ലോ, അതുപോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഓയിൽ തൂവിയിട്ടുണ്ട്. എന്നിട്ട് സൈഡിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം വിട്ട് കിട്ടാനായിട്ട് നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 ഇഞ്ച് കേക്ക് ടിൻ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു റൗണ്ടാണ് കേട്ടോ ഇതിനുള്ളത്. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം, ഫസ്റ്റത്തെ വെച്ച് കൊടുക്കാം. അപ്പോൾ ലെവലായിട്ടൊന്നും പരത്തി കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് അത് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഫുള്ളായിട്ട് എടുക്കാം. ഇനി അടുത്ത മാവ് ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. നേരത്തെ പരത്തിയതിനേക്കാളും കുറച്ച് വലിയ മാവാണ് കേട്ടോ ഇപ്പോൾ പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെറിയ മാവാണ് നമ്മൾ പരത്തിയിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫില്ലിങ്സ് മുഴുവനായിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ ആ സൈഡ് ഭാഗത്തേക്ക് കൂടുതലായിട്ട് പരത്തണ്ട കേട്ടോ, നടുവിൽ മാത്രമൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഫില്ലിങ്സ് മുഴുവനും നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, അരികൊക്കെ ഉണ്ടാവില്ലേ, അതിങ്ങനെ ജസ്റ്റ് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് 2 ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലവർ ഇങ്ങനെ അതിങ്ങനെ പിരിച്ച് നമ്മളെ കോഴിയുടെ ഷേപ്പിൽ ഇങ്ങനെ പിരിച്ചെടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഒട്ടിക്കണുള്ളൂ. ഇനി നമ്മൾ നേരത്തെ നനച്ച് വെച്ചിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അതിട്ടിട്ട് ഇതൊരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ ഒന്നും കൂടെ ഇതൊന്ന് ഫോം ചെയ്തിട്ട് ഒന്ന് പൊങ്ങി വരും ഈ ഒരു ബണ്ണ്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യുക, ഇതിങ്ങനെ പൊങ്ങി വരുന്ന ടൈമിൽ കണ്ടല്ലോ സൈഡൊക്കെ വീണ്ടും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും 20 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സൈഡൊന്നും പ്രസ് ചെയ്യാതെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈമിൽ അതിങ്ങ് പൊട്ടിയിട്ട് പോരുട്ടോ, നമ്മൾ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓയിൽ ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ ദിൽഖുഷ് ബേക്ക് ചെയ്തിട്ട് വരുന്ന ടൈമിൽ നല്ല മുകൾ വശം നല്ല ഗ്ലൈസിങ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുത്തി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ ഇത് ഒരുപാട് സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഉൾവശത്തൊന്നും തട്ടണ്ട, ഒന്ന് പതുക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 170 ഡിഗ്രിയിൽ 160 to 70 ഡിഗ്രിയിൽ 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മറക്കണ്ട, 180 ഡിഗ്രിയാണ് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ അതിനേക്കാളും കുറച്ചിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ മുകളിലും താഴെ ഹീറ്റ് കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ 25 മിനിറ്റ് മതിയാകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ അതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ.
അപ്പോൾ മാഷാ അല്ലാ ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ദിൽഖുഷിത പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകൾ വശമൊക്കെ കണ്ടില്ല, നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഒരു ഇച്ചിരി കൂടി ക്ഷമ വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് 1 മണിക്കൂർ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ നനച്ച് വെച്ചിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അതിട്ടിട്ട് 1 മണിക്കൂർ കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷമാണ് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ ചൂടോടുക്കും കട്ട് ചെയ്യാം, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ. അല്ലാതെ തന്നെ നമുക്ക് ഇതൊന്ന് 1 മണിക്കൂർ ഉണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ കൃത്യം 1 മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്യുകയാണ്. കൃത്യം 1 മണിക്കൂർ എന്ന് പറയാൻ കാരണം ഇത് ബേക്ക് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതിങ്ങനെ ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ബണ്ണായിട്ട് നമ്മൾ ആ ചൂടൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബണ്ണ് അത്രക്ക് സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു ബലം പിടിച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇത് കവർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അടിപൊളി സംഭവമാണ്, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്നെ അറിയിക്കണം. താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.